എന്ത് മനോഹരാണ് ഈ പ്രദേശം. നോക്കിക്ക്, സൂപ്പർ അല്ലേ? നല്ല വേറെ വൈബാട്ടോ ഇവിടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ അല്ല, എന്റെ അപ്പന്റെ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങള് വയനാട്ടിലേക്ക് ടൂർ പോവാ. എങ്ങോട്ടാന്നൊന്നും എനിക്കറിയത്തില്ല. ഞാന് എന്റെ അപ്പന്റെ കൂടെ കാറിനകത്ത് കയറിയിരുന്നു. എനിക്ക് അത്ര മാത്രമേ അറിയുള്ളൂ. 2 ദിവസത്തെ ടൂറ്, ശനിയും ഞായറും. അപ്പൊ നമുക്ക് പോകാം. ഞങ്ങൾ എത്താനായി, ഒരു 9 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. നമുക്ക് പോവാം. ഭയങ്കര മഞ്ഞ കേട്ടോ. രാവിലെയാണ്, അതിരാവിലെ എത്തി ഞങ്ങൾ ഇവിടെ. ഇതിപ്പോ ഇതാണ് മാനന്തവാടി കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. സൂര്യൻ എങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടാ. എന്നാ നല്ല ഭംഗിയല്ല കാണാൻ. ഒരു സൂര്യൻ ഇത്ര സൂം ചെയ്താലും നമുക്ക് സൂര്യന്റെ അടുത്ത് വരെ എത്താൻ പറ്റില്ലല്ലോ. സൂര്യനൊക്കെ തൂടിയല്ലേ. അടിപൊളി. അതില് മൊത്തം ഒരു മോഡലാണ്. ഈ ഭാഗത്തൊക്കെ ഉണ്ടോ നിറച്ചും കാപ്പിത്തോട്ടമാണ്. കാപ്പിത്തോട്ടം. എന്ത് മനോഹരാണ് ഈ പ്രദേശം. നോക്കിക്ക്, സൂപ്പർ അല്ലേ? നല്ല വേറെ വൈബാട്ടോ ഇവിടെ. അടിപൊളി സ്ഥലം. അടിപൊളിയല്ലേ മാന്? ഒരു പേടിയൊന്നും ഇല്ല കേട്ടോ. ഓടി പോകുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും വരാഞ്ഞ ദൈവാനുഗ്രഹം. നമ്മളിങ്ങനെ തെളിഞ്ഞ സ്ഥലത്ത് സാധാരണ മാനുകൾ കാണുന്നത് കേട്ടോ. ആകാശത്തോട്ട് താഴെ പിടിക്കണി മന്നൂത്തി. അത് തുറക്കട്ടെ. അയ്യോ, അത് വിടർത്തുന്നില്ലല്ലോ. ഓഫാക്കാവുന്നതിന്റെ മൊബൈല്. അപ്പുറത്തെ വശത്തുണ്ടോ? ഞങ്ങളിപ്പം തിരുനെല്ലിയിൽ എത്തി കേട്ടോ. തിരുനെല്ലി ഇറങ്ങി ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി. അമ്പലത്തിനകത്ത് കയറിയില്ല. പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ കുറുവാ ദ്വീപിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടെ സാധാരണ ഒന്നുമില്ല. ഇവിടെ ഒരു കാടിന്റെ പ്രദേശം പോലെ ഇരിക്കും. അവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെതായ ബന്ധപ്പെട്ട കുറെ കടകളും ഒരു അമ്പലവും ഒരു കുന്നിന്റെ മുകളിൽ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്നവർക്ക് കുറച്ച് കാട്ടിക്കൂടെയൊക്കെ പോയതുകൊണ്ട് കുറച്ച് മൃഗങ്ങളെ കാണാൻ പറ്റി. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കുറുവാ ദ്വീപിലേക്ക് നമ്മൾ ഇവിടുന്ന് പോകാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 23 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. വയനാട്ടിൽ കണ്ടോ നെൽകൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നെൽകൃഷി ഉണ്ടേ. വേറൊരു കാഴ്ച കാണിച്ചരുതുണ്ടോ. കാപ്പിക്കുരു ഉണക്കാനിട്ടിരിക്കുന്നു. ഇവിടുന്ന് ചെറിയൊരു ദൂരം ഓഫ് റോഡാണേ.
അപ്പം നമ്മൾ കുറുവാദ്വീപിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഫീസ് എത്രയായിട്ടാ? 30 രൂപ. ഇവിടെ പാർക്കിംഗ് ഫീസ് 30 രൂപയാണേ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഒരു വെള്ളം പോകുന്ന ഒരു ഏരിയ ഉണ്ടേ, കണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറമാണ് കുറുവാദ്വീപ് എന്ന് എനിക്ക് തോന്നുന്നത്. അവർ വന്ന പാടെ ഷോപ്പിങ്ങും പരിപാടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഓടിക്കട്ടെ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് മേടിക്കാം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വയനാട്ടിൽ തന്നെ കാണുന്ന ഒരു പ്രത്യേകതരം ഐറ്റംസ് ആണ് മൊത്തം. ഇത് സ്പൂൺസാണ് കേട്ടോ. രസമുണ്ടല്ലോ അങ്ങനെ പ്രതികള്. ഇതെന്തിനാ സാധനം? ഇത് മസാജിങ് ആണെന്ന് അല്ലേ? ഉണ്ടോ ഒരു മസാജിങ്ങിന്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിരിക്കും. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണേ. ആണോ? സ്കാൻ ചെയ്താൽ ഇവിടെ വന്നത് വെറുതെ ആയിപ്പോയി കേട്ടോ. 244 ടിക്കറ്റേ ഇവിടുന്ന് ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പരിപാടിയെല്ലാം ക്യാൻസലായി. വെറുതെ പാർക്കിംഗ് ചെയ്തതാ ചേട്ടാ. പാർക്കിംഗ് വെറുതെ ആയിപ്പോയോ? അന്ന് വെറുതെ ആയിപ്പോയി. ടിക്കറ്റ് കഴിഞ്ഞു. ഇനി ഒരു രക്ഷയില്ല. അപ്പൊ മറ്റേത് അവിടെയാണെങ്കിലോ? ടിക്കറ്റ് അതും ഇതേപോലെ തന്നെ വരുന്നേ? ഒരേ സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ ഇതുപോലെ ചങ്ങാടത്തിൽ കൂടെയാണോ പോകുന്നത്? അപ്പൊ അങ്ങോട്ടേക്ക് അധികം ആരും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അടിക്കുമ്പോ ഇവിടെ കാർ അങ്ങോട്ട് പോകല്ലേ? കാറ് ഓക്കെ ശരി, താങ്ക് യു കേട്ടോ. അപ്പം ഇതിൻ്റെ അപ്പുറമുള്ള 10 കിലോമീറ്റർ ഇവിടുന്ന് കാർ ഓടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വേറൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ കയറാൻ പറ്റും. ഇവിടെ ഒരു ദിവസം 244 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം 244 പേർക്കാണ് ഇവിടുന്ന് കയറാൻ പറ്റുള്ളൂ. അത് എൻ്റെ ഹൈക്കോടതിയുടെ എൻ്റെ പ്രത്യേക നിർദ്ദേശമാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് നോക്കാം. അവിടുത്തെ ടിക്കറ്റ് തീർന്നോ ഇല്ലയോ എന്നറിയില്ല. ഓടിപ്പോയി നോക്കാം. വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് വലിയ കുന്നുകളും മലകളും അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇഷ്ടം പോലെ പാടങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി ഏരിയ. നോക്ക്, കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുക. നമ്മളപ്പോൾ കുറുവാദ്വീപിൻ്റെ അടുത്ത ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് നമ്പർ 1 ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട്. ആ കാണുന്നത് KSRTCയുടെ ടൂർ സർവീസ് നടത്തുന്ന ബസ്സാണ് കേട്ടോ. ടൂറ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഞങ്ങൾ മറ്റേ ഗേറ്റിൽ പോയായിരുന്നു. അവിടെ ഫില്ലായിട്ട് കുട്ടികൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? 10 വയസ്സിൽ താഴെ വേണ്ട. 10 വയസ്സുള്ള ഒരാളുണ്ട്. 10 വയസ്സ് വരെ ഒരാളുണ്ട്. കണ്ണൂർ. ഫോൺ നമ്പർ പറയും. ഇവിടെ കുറുവ ഐലൻഡിലേക്ക് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ചാനലിൽ പറഞ്ഞ പോലെ 60 രൂപയല്ല, ഒരു മുതിർന്ന ആളുകൾക്ക് 220 രൂപയും, പിന്നെ സാധാരണ വിദ്യാർത്ഥികൾ, അതായത് സ്കൂളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അധ്യാപകർ, അവർക്ക് 100 രൂപ. പിന്നെ കാറ്, ജീപ്പ് പാർക്കിംഗ് ഇവിടെ ചെയ്യണമെങ്കിൽ 59. നമ്മൾ അപ്പുറത്തെ ഗേറ്റ് വെക്കണമെങ്കിൽ 30 രൂപയാണ് കേട്ടോ. അവരെന്നെ ഇട്ട ചോടിപ്പോയി. കയറാൻ പറ്റുമോ നോക്കട്ടെ. ചേച്ചി കയറിക്കോട്ടെ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പാടങ്ങളുണ്ട് കേട്ടോ. ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ 2-3 ചങ്ങാടം കൂടിയുണ്ട് കേട്ടോ. അല്ലാതെ നീ ഇവിടെ നടന്നു പോവോ? അല്ല, നീ നീന്തിക്കോടി. വേണ്ടോ?
ഇത് ഈ മുള കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ, കേട്ടോ. നല്ല വണ്ണമുള്ള മുളയാണിതേ. ഒരു തെങ്ങിൻ്റെ, ചെറിയൊരു തെങ്ങിൻ്റെയൊക്കെ വണ്ണം ഉണ്ട്. ഇപ്പൊ കാലം മാറി ജാക്കറ്റൊക്കെ നിർബന്ധമാക്കി. ജാക്കറ്റ് ഇല്ലെങ്കിൽ അക്കരെ കിടത്താൻ പ്രശ്നങ്ങളാണ്. അന്ന് പിന്നെ മറ്റേ ആ ചേട്ടൻ ഇങ്ങനെ വടിയൊക്കെ കുത്തിയ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം വടിക്ക് പകരം ഇതേപോലെ വടമാണ്, കയറ് കിട്ടിയേക്കുന്ന കയറെ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. അവിടെ ആളുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ, അവിടെ എത്തി. ഇത് നമ്മുടെ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏക നദിയല്ലേ, ഏക നദിയായ കബനി നദിയാണ് ഈ കാണുന്നത് കേട്ടോ. പുഴയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ലെഫ്റ്റിലേക്ക് ഒഴുകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവേ, പക്ഷേ ഇത് കയറ്റത്തിലോട്ട് ഒഴുകുന്ന പുഴയാണ്, കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇങ്ങോട്ടാണ് ഒഴുകുന്നത്, നേരെ മുമ്പോട്ട് കേട്ടോ. അങ്ങനെ തോന്നുന്നല്ലേ. സാറിന്റെ പേരായിരുന്നു? എൻ്റെ പേര് ദേവദാസ്. ദേവദാസ്. അപ്പൊ കുറുവാ ദ്വീപ് എന്ന് പറഞ്ഞാല് കബനി നദിയാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് കേട്ടോ. ചേട്ടാ ഈ ദ്വീപിന്റെ പ്രത്യേകത എന്താ ശരിക്കും? ഇതിന്റെ പ്രത്യേകത പഴശ്ശിരാജാവ് പണ്ട് പടയോട്ട കാലത്ത് ഒളിത്താവളമായിട്ട് ഉപയോഗിച്ച സ്ഥലം. അതെ അല്ലേ. അങ്ങനെയാണ് ഇത് എത്ര ഫേമസ് ആയത് അല്ലേ. പെട്ടെന്ന് വന്ന് കണ്ടുപിടിക്കാൻ പറ്റിയല്ല, കാരണം ഈ പുഴ കടന്നു വേണം അങ്ങോട്ട് ചെല്ലാൻ. അവിടുന്ന് ഇങ്ങോട്ട് കിടന്നാലും പുഴ കിടക്കണം, ഇവിടുന്ന് അങ്ങോട്ട് പോയാലും പുഴ കിടക്കണം, രണ്ട് ഇതല്ലേ. ചെങ്ങാടം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വള്ളിയെ പിടിച്ച് തൂങ്ങി വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നമുക്ക് പോകേണ്ട ചെങ്ങാടം ഈ ജെട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജെട്ടിന്ന് തന്നെയാ പറഞ്ഞു. കരിയോ എനിക്കിതുവരെ നല്ലൊരു ജാക്കറ്റ് മേടിച്ചില്ലായിരുന്നു. ഇങ്ങനെ കൊള്ളാവുന്നൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ചെറിയ തണുപ്പുള്ളതുകൊണ്ട് കൊണ്ടാകാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. ഒരാൾ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ടേ. നമ്മൾ മൂവാകാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ആദ്യം എത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫ്രണ്ടിലിരുന്നാണേ. ഇപ്പം ഞങ്ങൾ ബാക്കിലായി. ജെട്ടിയിൽ വേറൊരു ബോട്ടുണ്ട്, അവിടേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മാറ്റിയിലെ പണി കിട്ടുമോ? നമ്മളിവിടെ നിർത്താൻ പോവാണ്. ആകാശത്തോടെ ഇങ്ങനെ വടം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഓരോ വടത്തേക്കൂടെ ഓരോ ഏരിയയിലൂടെ പോകാം. അതുകൊണ്ടാണ് അവർ പോകുന്നു. ഇതിനകത്താ വന്നത് കേട്ടോ. ഹായ്, നിങ്ങളെവിടെ സ്ഥലം എവിടെയാ? ഞങ്ങൾ ചങ്ങരകുളം, മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയാ. ഓക്കെ. ഓ, അപ്പം നമ്മളിങ്ങനെ ദ്വീപിലേക്ക് എത്തി കേട്ടോ. ഇത് എടുത്തു പറയത്തൊക്കെ കാണാനൊന്നും തന്നെ ഇല്ല, കുറേ മരങ്ങളാണ്. മൊത്തം ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു സെറ്റപ്പാണേ. നല്ല തണുപ്പുണ്ട് ഇവിടെ. വയനാട്ടിൽ പൊതുവേ നല്ല തണുപ്പാണിപ്പം, അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നല്ല കൂളിംഗാണ്. അങ്ങനെ പഴശ്ശിരാജ ഒളിവിൽ കഴിഞ്ഞ സങ്കേതത്തിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുകയാണേ. നിങ്ങളുടെ ഫോട്ടോയോ? ആ പണ്ട് കാലത്തൊക്കെ ഈ ഭാഗത്തേക്ക് ആളുകൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ റിസ്ക് ആയിരുന്നു. വേറൊരു ഇൻഫർമേഷൻ ഉണ്ട് കേട്ടോ. ഈ കബനി നദിക്കകത്ത് മുതലയുണ്ട് പോലും. കണ്ടോ, പുഴയിൽ മുതലകൾ ഉള്ളതിനാൽ പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ എടുത്തു പറയത്തൊക്കെ കാണാൻ മാത്രം ഒന്നും ഇല്ലെങ്കിൽ പോലും അത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ.
പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ടിക്കറ്റ് ഇച്ചിരി കത്തി റേറ്റാണേ. 220 രൂപ എന്ന് പറഞ്ഞാൽ നല്ല അടുത്തറപ്പം പൈസയാണ്. പിന്നെ പാർക്കിങ്ങിന് 59 രൂപ. ഈ 220 രൂപയ്ക്ക് കാണാൻ മാത്രം ഒരു കുഴപ്പമില്ല ഇവിടെ. അങ്ങനെ എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല. ആകെയുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ നമുക്കിതിൽ നടക്കാം. അപ്പോൾ എന്നെപ്പോലെ ഷുഗറൊക്കെ ഉള്ളവരുടെ ഷുഗറൊക്കെ കുറച്ച് നോർമലാവും. അത്രയേ ഉള്ളൂ മെച്ചം. ആളുകൾ ചുമ്മാ നടക്കുന്നു. അങ്ങ് അപ്പുറം ചെറിയൊരു ഒച്ചപ്പാടും ബോളം കേൾക്കുന്നുണ്ട്. പോയി നോക്കാവേ എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഒരു ചേച്ചി പറഞ്ഞിട്ട് അവിടെ കുളിക്കുന്ന സ്ഥലമാണ് പോലും. അപ്പോൾ കുളിസീനാണോ എന്നാ സംഭവം നടത്തില്ല. പോയി നോക്കട്ടെ ഇവിടെ എന്താ സംഭവം എന്ന് ഒരു പിടുത്തമില്ല. ഇവിടെ കുറേ ആളുകൾ കിടന്ന് ഒച്ചപ്പാടും ബോളാക്കുന്നുണ്ട്. ഈ പാറപ്പുറത്തോടെ കയറി ഇങ്ങനെ കുറേ ആളുകൾ ചുമ്മാ ഇരിപ്പുണ്ട്. ഇത് എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. ഇതിലും നല്ല ചന്ദ്രക്കാമ്പാറ പുഴയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം സത്യമാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്താ സംഭവം നടത്തില്ല, എന്തോ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. എനിക്കൊരു പോകുമ്പോൾ മനസ്സിലാകുന്നില്ല. പ്രത്യേകതയുണ്ടോ? കല്ലിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ ഏക പ്രത്യേകത ഇവിടെ കണ്ടത് നല്ല വഴുക്കലാണ്. എല്ലാവരും ഭയങ്കര വൈബായിട്ട് നിൽക്കുക കേട്ടോ. അവിടെ വെള്ളം കണ്ടപ്പോഴത്തേനും കണ്ടം കണ്ട പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അവസ്ഥയിൽ ആളുകൾ ഇങ്ങനെ നിൽപ്പാണ്. ആദ്യമായിട്ട് വെള്ളം കാണുന്നതാന്ന് തോന്നുന്നു ഇവരൊക്കെ. ഞങ്ങളിവിടുന്ന് റിട്ടേൺ പോവാണ് കേട്ടോ. ഇതുകൊണ്ടോ ഒരു 2 ബസ്സിനുള്ള ആളുണ്ട് ഇതിനകത്ത്. ഓവർ ആളാ. പാവപ്പെട്ട മനുഷ്യൻ വലിച്ചു വെച്ച് അതിൻ്റെ ഊപ്പാട് കത്തിയിട്ടുണ്ട്. നടന്ന് മടുത്തേ. അവർ കരിക്കടിക്കുക. ഞാനായാലും ഒരു പൈനാപ്പിൾ കഴിക്കാൻ തീരുമാനിച്ചു. കുറച്ചിട്ടാ മതി ചേച്ചി. താങ്ക് യു. വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല. അതെയോ? മുറിച്ചിടുള്ളൂ. ആ അപ്പം നമ്മൾ ഈ കുർവാ സങ്കേതത്തിൽ നിന്ന് ഞങ്ങൾ കുർവാ ദ്വീപിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു കുർവാ സങ്കേതം തന്നെയാണ്. കത്തി റേറ്റ് എന്ന് പറഞ്ഞാൽ കഴുത്തറപ്പം പൈസ. ഒന്ന് വന്നോ രണ്ടാമത് വരികയല്ലോ ഇവിടെ. ആദ്യം ഭയങ്കര പൈസ കുറവായിരുന്നു പറഞ്ഞത്. നോർമൽ റേറ്റ് ആയിരുന്നു. ഇപ്പോൾ 220 രൂപയാണ് ഒരാൾക്ക് കയറണമെങ്കിൽ. അപ്പം അത്രയും കഴുത്തറപ്പം പൈസ ഇടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ആളുകളുടെ എണ്ണം തീരെ കുറയും. കാണാനൊരു കോപ്പുമില്ല താനും. ലോകത്തില്ലാത്ത വില. ഇത് ശരിക്കും പേരിനോട് കറക്റ്റ് ചേരും. കുർവാ സംഘത്തിന് വരാൻ കുർവാ ദ്വീപ് എന്നാണ് പേരും. ശരിക്കും പിടിച്ചു പറയാ. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നേരെ എടക്കൽ ഗുഹ കാണാനുള്ള പ്ലാനിങ് ആണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പനമരം കൂടി പോകാനുള്ള പരിപാടിയാണ്. പനമരത്ത് എത്തിയിട്ട് വണ്ടിക്ക് ഇച്ചിരി എണ്ണ അടിക്കണം. എണ്ണ തീരാറായി. അപ്പം എണ്ണ അടിക്കണം. പിന്നെ പറ്റുമെങ്കിൽ അവിടുന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കണം. ഇവിടുന്ന് 2 കരിക്ക് പിള്ളേർക്ക് 2 പേർക്ക് മേടിച്ചു കൊടുത്തു. പിന്നെ ഓരോ പൈനാപ്പിളിൻ്റെ പീസും കഴിച്ചു. തൽക്കാലത്തേക്ക് ഒരു കത്തലടങ്ങിയിട്ടുണ്ട്. ഏതായാലും വിടുക വണ്ടി. പക്ഷേ ഭണ്ഡാരടങ്ങി. അവസാനം ഞങ്ങൾ പനമരത്ത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നിരിക്കുക ചോറിനാൻ വേണ്ടിയിട്ട് കേട്ടോ. മകൾക്ക് 2 സിംഗിൾ ബിരിയാണി. നമുക്ക് സാധാരണ ഊട്. ഞാൻ പൊന്നേരിയ എടുത്ത കേട്ടോ. ഏതായാലും ചോറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, തൃപ്തിയായി. എടക്കൽ കേവുകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഫാൻഡം റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. നല്ല മനോഹരമായ സ്ഥലം. നമ്മളെ അവിടെ മറ്റേ കുറുവ ഐലൻഡിൽ പോയാലും സൂപ്പറാണ് ഇവിടെ. ഇതിൻ്റെ ആ മോൾ ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. എന്നാ ഭംഗിയാണോ, സൂപ്പർ. അല്ല ഈ പ്രദേശം എല്ലാം എനിക്ക് തോന്നുന്ന ഈ കാണുന്ന പാറയാണ് ഈ ഫാൻഡം റോക്ക് എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് നടക്കാം. എന്തൊരു സീം മോനെ എന്നൊക്കെ പറഞ്ഞ പോലെ കിടുക്കാച്ചി സ്ഥലം. ഇതൊരു കോറയുടെ ഒക്കെ ഒരു സെറ്റ് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ കന്മദം മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം പോലെ ഉണ്ട്. നല്ല
എന്നാ രസം നോക്കിയാൽ നോക്കണേ. എങ്ങനെയുണ്ട്? ഇത് പൊളിച്ചല്ലേ? ഇവിടെ കയറി വരുന്നതിന് 30 രൂപയാണ് ചാർജ് കേട്ടോ. ഈ സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ, ഫാൻറ്റം റോക്ക്. ഒരാളുടെ തല പോലെയുണ്ട്. ഓ, ഇവിടുന്ന് ഈ പാറയുടെ ദൃശ്യം എന്ന് പറഞ്ഞാൽ അതിമനോഹരം കേട്ടോ. പൊള്ളിയാണ് ഇവിടെ. ഇത് വേറൊരു വൈബാണേ. ഓ, പ്രകൃതിയുടെ ഓരോരോ അത്ഭുതങ്ങളെ. ഇതെങ്ങനെയായിരിക്കും ഈ കല്ല് കയറ്റി ഇവിടെ കൊണ്ട് വെച്ചത് ആർക്കറിയാം. അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ സ്ഥലം ശരിക്കും. നമ്മുടെ മറ്റേ ദ്വീപില്ലേ, ഏതാ ദ്വീപ്? ഓ, കുറുവ ദ്വീപ്. അതിനൊക്കെ ഞാൻ സൂപ്പറാണ് കേട്ടോ. അവിടെ വെറുതെ പൈസ പോയി എന്നല്ലാതെ വേറെ ഒരു മെച്ചമില്ലാതെ പോയി. പക്ഷെ ഇത് മുതലായി. അല്ലേ തക്കുടു? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ വേഗം എടക്കൽ കേവിലേക്ക് പോകും. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. കാരണം വീഡിയോ ഒത്തിരി നീണ്ടു പോയി കഴിഞ്ഞാൽ വ്യൂസ് എല്ലാം വളരെ കുറവാണ്. അത് വ്യൂസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നേരെ എടക്കൽ കേവിലേക്ക് പോകണം. അത് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് യാതൊരു കാശ് മുടക്കൊന്നുമില്ല. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. വലിയ ഉപകാരമാവും. പിന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യത്തോടെ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സ്കിപ്പ് അടിച്ചും കളഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ട് തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.